നമസ്കാരം. നമ്മൾ ഏകാന്ത പഥികരാണ്. അതായത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ് ഏകാന്ത പഥികർ. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നാം എപ്പോഴും ഒറ്റയ്ക്കാണ്. ചില സമയങ്ങളിലൊക്കെ ചിലയിടങ്ങളിൽ മാത്രം ചിലരൊക്കെ നമുക്ക് കൂട്ടായി വരും. അത് ചില സമയത്തും ചിലയിടങ്ങളിലും ചിലരും മാത്രമേ വരൂ. അപ്പോൾ ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷം സമയങ്ങളിലും നമ്മൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളിലും ഒറ്റയ്ക്കാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഒരു കാര്യത്തിലും നമുക്ക് കൂട്ടായി ആരുമില്ല. നമ്മുടെ ഇണകൾ അവർ നമ്മോടൊപ്പം ഉള്ള സമയം കുറച്ച് സമയമേ ഉള്ളൂ. ജോലി സ്ഥലത്ത് ചിലർക്ക് നമ്മുടെ കൂട്ടായി വരും. വ്യായാമം ചെയ്യുമ്പോൾ കുടുംബാംഗങ്ങൾ പലരും അവരൊക്കെ ചില സമയങ്ങളിൽ മാത്രമേ കാണൂ. ഇണയോടൊപ്പം നമ്മൾ ശയിക്കുന്ന സമയത്ത് പോലും ചിന്തകളിൽ നമ്മൾ ഏകാന്തപഥികരാണ്. അവരുടെ ചിന്തയും നമ്മുടെ ചിന്തയും വ്യത്യസ്ത ദിശകളിലും വ്യത്യസ്തമായി പോകുന്നു. എന്താണ് അവർ ചിന്തിക്കുന്നതെന്നും എന്താണ് നമ്മൾ ചിന്തിക്കുന്നതെന്നും പരസ്പരം അറിയില്ല. അവിടെയും ഏകാന്തതയാണ്. നാം നമുക്ക് മാത്രമായി കെട്ടിയുണ്ടാക്കിയ ഒരു ലോകത്ത് ഏകാന്തമായി സഞ്ചരിക്കുന്നു. അത് മാനസികവും ശാരീരികവുമായി. അവസാനം വരെ അങ്ങനെയാണ്. ആരും നമുക്ക് കൂട്ടില്ല. ആ ഒരു ചിന്ത ഉറപ്പിച്ചാൽ നമുക്ക് യാതൊരു പ്രശ്നവും പിന്നുണ്ടാകില്ല. അത് ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യും. ആരും വേണ്ട. ആരുണ്ടായാലെന്ത്, ആരില്ലെങ്കിലെന്ത്. ആരും എപ്പോഴും എന്നും ഒന്നും കാണില്ല. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം. ഏകാന്ത പഥികർ.